സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈഡ്, ഹിഡ്, ഹിഡൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, ഹിഡ് എന്ന് പറഞ്ഞാൽ മറച്ചു, ഹിഡൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഹൈഡിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹിഡ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹിഡൻ. അപ്പോൾ ഹൈഡ്, ഹിഡ്, ഹിഡൺ വെച്ചിട്ടാണ് ഇന്നത്തെ സെൻറ്റൻസുകൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹൈഡ്, ഹിഡ്, ഹിഡൺ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. ഹിഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു. ഐ ഹിഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു എന്ന് എങ്ങനെ പറയാം? ഐ ഹിഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു. ഐ ഹിഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു. മേഘങ്ങളാൽ മറഞ്ഞിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ദ സൺ വാസ് ഹിഡൻ ബൈ ക്ലൗഡ്സ്, സൂര്യൻ മേഘങ്ങളാൽ മറഞ്ഞിരിക്കുന്നു. ദ സൺ വാസ് ഹിഡൻ ബൈ ക്ലൗഡ്സ്, സൂര്യൻ മേഘങ്ങളാൽ മറഞ്ഞിരിക്കുന്നു. ദ സൺ വാസ് ഹിഡൻ ബൈ ക്ലൗഡ്സ്, സൂര്യൻ മേഘങ്ങളാൽ മറഞ്ഞിരിക്കുന്നു. ഒളിച്ചിരിക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെ പറയാം? വി ഹാവ് ഗോട്ട് ടു ഹൈഡ്, ഞങ്ങൾ ഒളിച്ചിരിക്കേണ്ടതുണ്ട്. 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 ഇല്ല, എവിടെ മറയ്ക്കണമെന്ന്, എവിടെ മറച്ചു വെക്കണമെന്ന് എനിക്കറിയാമെന്ന് എങ്ങനെ പറയാം? ഐ നോ വെർ ടു ഹൈഡ്, എവിടെ മറച്ചു വെക്കണമെന്ന് എനിക്കറിയാം. ഐ നോ വെർ ടു ഹൈഡ്, എവിടെ ഒളിച്ചു വെക്കണമെന്ന് എനിക്കറിയാം. ഐ നോ വെർ ടു ഹൈഡ്, എവിടെ ഒളിച്ചു വെക്കണമെന്ന് എനിക്കറിയാം. എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയാം? യു കാൻ ഹൈഡ് ഫ്രം മീ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. യു കാണ്ട് ഹൈഡ് ഫ്രം മീ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. യു കാൺ ഹൈഡ് ഫ്രം മീ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. എവിടെയാണ് താക്കോൽ മറയ്ക്കുന്നതെന്ന്, ഒളിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം എങ്ങനെ പറയാം? ഐ നോ വെർ ഹി ഹൈഡ്സ് ദ കീ, അവൻ എവിടെയാണ് താക്കോൽ ഒളിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ വെർ ഹി ഹൈഡ്സ് ദ കീ, അവൻ എവിടെയാണ് താക്കോൽ ഒളിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ വെർ ഹി ഹൈഡ്സ് ദ കീ, അവൻ എവിടെയാണ് താക്കോൽ ഒളിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ഹി ഹിഡ് സോ ദാറ്റ് നോ വൺ കുഡ് ഫൈൻഡ് ഹിം, ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി ഹിഡ് സോ ദാറ്റ് നോ വൺ കുഡ് ഫൈൻഡ് ഹിം, ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി ഹിഡ് സോ ദാറ്റ് നോ വൺ കുഡ് ഫൈൻഡ് ഹിം, ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ പണം മറക്കേണ്ടി വന്നു എന്നെങ്ങനെ പറയാം? വി ഹാഡ് ടു ഹിഡ് മൈ മണി, ഞങ്ങൾക്ക് എൻ്റെ പണം മറക്കേണ്ടി വന്നു. വി ഹാഡ് ടു ഹിഡ് മൈ മണി, ഞങ്ങൾക്ക് എൻ്റെ പണം മറക്കേണ്ടി വന്നു. വി ഹാഡ് ടു ഹിഡ് മൈ മണി, ഞങ്ങൾക്ക് എൻ്റെ പണം മറക്കേണ്ടി വന്നു. എൻ്റെ അമ്മയിൽ നിന്ന് കമ്പ്യൂട്ടർ മറച്ചിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഹി ഹാഡ് ഹിഡൺ ദ കമ്പ്യൂട്ടർ ഫ്രം ഹിസ് മദർ, അവൻ്റെ അമ്മയിൽ നിന്ന് കമ്പ്യൂട്ടർ മറച്ചിരിക്കുന്നു. ഹി ഹാഡ് ഹിഡൺ ദ കമ്പ്യൂട്ടർ ഫ്രം ഹിസ് മദർ, അവൻ്റെ അമ്മയിൽ നിന്ന് കമ്പ്യൂട്ടർ മറച്ചിരിക്കുന്നു. ഹി ഹാഡ് ഹിഡൺ ദ കമ്പ്യൂട്ടർ ഫ്രം ഹിസ് മദർ, അവൻ്റെ അമ്മയിൽ നിന്ന് കമ്പ്യൂട്ടർ മറച്ചിരിക്കുന്നു. സമ്മാനം പുറകിൽ മറച്ചു എന്നെങ്ങനെ പറയാം? ഹി ഹിഡ് ദ പ്രസൻറ്റ് ബിഹൈൻഡ് ഹിസ് ബാക്ക്, അവൻ എൻ്റെ സമ്മാനം പുറകിൽ മറച്ചു. ഹി ഹിഡ് ദ പ്രസൻറ്റ്
ബിഹൈൻഡ് ഹിസ് ബാക്ക്. അവൻ അവൻ്റെ സമ്മാനം പുറകിൽ മറച്ചു. ഹി ഹിഡ് ദ പ്രസൻറ്റ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അവൻ്റെ സമ്മാനം പുറകിൽ മറച്ചു. നമ്മൾ പുറകിൽ ഇങ്ങനെ സമ്മാനം കിട്ടിയത് പുറകിൽ ഒളിപ്പിച്ച് നടക്കൂലേ, അതിനാണ് പറയുക ഹി ഹിഡ് ദ പ്രസൻറ്റ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അവൻ്റെ സമ്മാനം പുറകിൽ ഒളിപ്പിച്ചു. ഡയറി കട്ടിലിനടിയിൽ ഒളിപ്പിക്കാമെന്ന് എങ്ങനെ പറയാം? ഐ വിൽ ഹൈഡ് മൈ ഡയറി അണ്ടർ മൈ ബെഡ്. ഞാൻ എൻ്റെ ഡയറി കട്ടിലിനടിയിൽ ഒളിപ്പിക്കാം. ഐ വിൽ ഹൈഡ് മൈ ഡയറി അണ്ടർ മൈ ബെഡ്. ഞാൻ എൻ്റെ ഡയറി കട്ടിലിനടിയിൽ ഒളിപ്പിക്കാം. ഐ വിൽ ഹൈഡ് മൈ ഡയറി അണ്ടർ മൈ ബെഡ്. ഞാൻ എൻ്റെ ഡയറി കട്ടിലിനടിയിൽ ഒളിപ്പിക്കാം. നിങ്ങൾക്ക് സത്യം എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയാം? യു കാൺ ഹൈഡ് ദ ട്രൂത്ത് ഫോർ എവർ. നിങ്ങൾക്ക് സത്യം എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല. യു കാൺ ഹൈഡ് ദ ട്രൂത്ത് ഫോർ എവർ. നിങ്ങൾക്ക് സത്യം എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല. യു കാൺ ഹൈഡ് ദ ട്രൂത്ത് ഫോർ എവർ. നിങ്ങൾക്ക് സത്യം എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല. പേർക്കി എവിടെ ഒളിപ്പിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ വെർ ടു ഹൈഡ് ദ സ്പെയർ കീ. സ്പെയർ കീ എവിടെ ഒളിപ്പിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ വെർ ടു ഹൈഡ് ദ സ്പെയർ കീ. സ്പെയർ കീ എവിടെ ഒളിപ്പിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു, വെർ ടു ഹൈഡ് ദ സ്പെയർ കീ. സ്പെയർ കീ എവിടെ ഒളിപ്പിക്കണമെന്ന്. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു, വെർ ടു ഹൈഡ് ദ സ്പെയർ കീ. സ്പെയർ കീ എവിടെ ഒളിപ്പിക്കണമെന്ന്. ട്രൈഡ് ടു ഹൈഡ് ഹെർ എക്സൈറ്റ്മെൻറ്റ് ബട്ട് കുഡ് നോട്ട്. അവളുടെ ജിജ്ഞാസ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഷീ ട്രൈഡ് ടു ഹൈഡ് ഹെർ എക്സൈറ്റ്മെൻറ്റ് ബട്ട് കുഡ് നോട്ട്. പക്ഷെ കഴിഞ്ഞില്ല. ഷീ ട്രൈഡ് ടു ഹൈഡ് ഹെർ എക്സൈറ്റ്മെൻറ്റ് ബട്ട് കുഡ് നോട്ട്. അവൾ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഷീ ട്രൈഡ്, അവൾ ശ്രമിച്ചു. ഹെർ എക്സൈറ്റ്മെൻറ്റ്, അവളുടെ ജിജ്ഞാസ. ബട്ട് കുഡ് നോട്ട്, പക്ഷെ അവൾ കഴിഞ്ഞില്ല. ഷീ ട്രൈഡ് ടു ഹൈഡ് ഹെർ എക്സൈറ്റ്മെൻറ്റ് ബട്ട് കുഡ് നോട്ട്. അവൾ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? They were hiding in the bushes. അവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. They were hiding in the bushes. അവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. They were hiding in the bushes. അവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒളിച്ചിരുന്നു എന്ന് എങ്ങനെ പറയാം? When the thief came. കള്ളൻ വന്നപ്പോൾ. And I had hidden. ഞാൻ ഒളിച്ചിരുന്നു. When the thief came. കള്ളൻ വന്നപ്പോൾ. I had hidden. ഞാൻ ഒളിച്ചിരുന്നു. When the thief came and I had hidden. കള്ളൻ വന്നപ്പോൾ ഞാൻ ഒളിച്ചിരുന്നു. have hidden my umbrella. ഞാൻ എൻ്റെ കുട മറച്ചിരിക്കുന്നു. I have hidden my umbrella. ഞാൻ എൻ്റെ കുട ഒളിപ്പിച്ചിരിക്കുന്നു. I have hidden my umbrella. ഞാൻ എൻ്റെ കുട ഒളിപ്പിച്ചിരിക്കുന്നു. പെട്ടിയിൽ ഒളിപ്പിച്ചു എന്നെങ്ങനെ പറയാം? She hid the phone in the box. അവൾ ഫോൺ പെട്ടിയിൽ ഒളിപ്പിച്ചു. She hid the phone in the box. അവൾ ഫോൺ പെട്ടിയിൽ ഒളിപ്പിച്ചു. She hid the phone in the box. അവൾ ഫോൺ പെട്ടിയിൽ ഒളിപ്പിച്ചു. അമ്മ എന്നോട് സത്യം മറച്ചു. My mother hid me the truth. എൻ്റെ അമ്മ സത്യം എന്നോട് മറച്ചു. My mother hid me the truth. എൻ്റെ അമ്മ എന്നോട് സത്യം മറച്ചു. My mother
ഹിഡ് മീ ദ ട്രൂത്ത്. എൻ്റെ അമ്മ എന്നോട് സത്യം മറച്ചു. വ്യക്തമായ കഴിവുകൾ മറച്ചു എന്നെങ്ങനെയാ? ഹി ഒബീവിയസ്ലി ഹിഡൻ ടാലൻസ്. അവൻ വ്യക്തമായ കഴിവുകൾ മറച്ചു. ഹി ഒബീവിയസ്ലി ഹിഡൻ ടാലൻസ്. അവൻ വ്യക്തമായ കഴിവുകൾ മറച്ചു. ഹി ഒബീവിയസ്ലി ഹിഡൻ ടാലൻസ്. അവൻ വ്യക്തമായ കഴിവുകൾ മറച്ചു. അത്രയും അവർ അവനിൽ നിന്ന് സത്യം മറച്ചു എന്നെങ്ങനെ പറയാം? ദേ ഹാഡ് ഹിഡൻ ദ ട്രൂത്ത് ഫ്രം ഹിസ് ആൾ ദീസ് ഇയേഴ്സ്. ഈ വർഷങ്ങളിലത്രയും അവർ അവനിൽ നിന്ന് സത്യം മറച്ചു. ദേ ഹാഡ് ഹിഡൻ ദ ട്രൂത്ത് ഫ്രം ഹിസ് ആൾ ദീസ് ഇയേഴ്സ്. ഈ വർഷങ്ങളിലത്രയും അവർ അവനിൽ നിന്ന് സത്യം മറച്ചു. മറയ്ക്കാനൊന്നുമില്ല എങ്ങനെ പറയാം? ദേ ഹാവ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഹിഡ്. എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ദേ ഹാവ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഹിഡ്. എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ദേ ഹാവ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഹിഡ്. എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. അവൻ വീണ്ടും കൈകളിൽ മുഖം മറച്ചു എന്നെങ്ങനെ പറയാം? ഹി ഹാഡ് ഹൈഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ് അഗെയിൻ. അവൻ വീണ്ടും കൈകളിൽ മുഖം മറച്ചു. ഹി ഹാഡ് ഹൈഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ് അഗെയിൻ. അവൻ വീണ്ടും കൈകളിൽ മുഖം മറച്ചു. ഹി ഹാഡ് ഹൈഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ് അഗെയിൻ. അവൻ വീണ്ടും കൈകളിൽ മുഖം മറച്ചു. പറയുന്ന പോലെ പറയാണ്. ഇന്ന് ഹൈഡ്, ഹിഡ്, ഹിഡൻ ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറയാണ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, ഹിഡ് എന്ന് പറഞ്ഞാൽ മറച്ചു, ഹിഡൻ എന്ന് പറഞ്ഞാൽ മറച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനും കൂടി യൂസ് ചെയ്യുക. അപ്പോഴേ ഫ്ലുവൻസി ഡെവലപ്പ് ആവൂ. അപ്പോൾ ഓക്കെ, ബൈ.